നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ സേന ഇപ്പോൾ പഴയതുപോലെയല്ല. ഓരോ ദിവസവും ഓരോ ഓപ്പറേഷനുകൾ നടത്തുകയാണ്. ഓരോ പുതിയ രീതികൾ അവലംബിക്കുകയുമൊക്കെ ചെയ്യുകയാണ്. നിലവിൽ 2026 മാർച്ചോടെ രാജ്യത്തെ പൂർണ്ണമായി മാവോയിസ്റ്റ് മുക്തമാക്കുമെന്നാണ് അമിത്ഷാ പറഞ്ഞിരുന്നത്. നിലവിൽ മാവോയിസ്റ്റുകളെ പിടികൂടാൻ സുരക്ഷാ സേന നടത്തിയ ഓപ്പറേഷനാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. മാവോയിസ്റ്റുകൾക്കെതിരായ നടപടിയിൽ ഒരു പ്രധാന വെളിപ്പെടുത്തൽ പുറത്തുവന്നിരിക്കുകയാണ്. നക്സലൈറ്റുകളെ നേരിടാൻ സുരക്ഷാ സേന ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് നടത്തിയതിന് സമാനമായ ഒരു ഓപ്പറേഷൻ നടത്തിയെന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത്. മാവോയിസ്റ്റുകളുടെ ആശയവിനിമയ ഉപകരണങ്ങളിൽ സുരക്ഷാ സേന രഹസ്യമായി ട്രാക്കറുകൾ ഘടിപ്പിച്ചു. ഇത് അവരുടെ രഹസ്യ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ സൈന്യത്തിന് സഹായകരമായി. അടുത്തിടെ കീഴടങ്ങിയ മാവോയിസ്റ്റ് നേതാക്കളായ തക്കൽപള്ളി വാസുദേവ റാവു എന്ന അജന, അതോടൊപ്പം തന്നെ മല്ലോജുല വേണുഗോപാൽ എന്ന സോനു എന്നിവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത്. നക്സലൈറ്റുകളെ ചോദ്യം ചെയ്തതിൽ നിന്ന് മാവോയിസ്റ്റുകൾ സുരക്ഷാ സേനയ്ക്കെതിരായ നിരീക്ഷണത്തിനും ആക്രമണത്തിനുമായി ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരുന്നതായി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും വലിയ തോതിലുള്ള ഡ്രോൺ ഉപകരണങ്ങൾ അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ചോദ്യം ചെയ്യലിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു. ടൈംസ് ഓഫ് ഇന്ത്യക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം സുരക്ഷാ ഏജൻസികൾ മാവോയിസ്റ്റുകളുടെ ഇലക്ട്രോണിക് ആശയവിനിമയ ഉപകരണങ്ങളായ വാക്കി ടോക്കികൾ പോലുള്ളവയിൽ ട്രാക്കറുകൾ ഘടിപ്പിച്ചിരുന്നു. തുടർന്ന് സംഘടനയുടെ ആശയവിനിമയ ശൃംഖല ഹാക്ക് ചെയ്യപ്പെട്ടതായും ഇത് നിരവധി മുതിർന്ന നേതാക്കളുടെ മരണത്തിലേക്ക് നയിച്ചതായും പിടിയിലായ സോനു ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരിക്കുകയാണ്. കൂടാതെ ദണ്ഡകാരണത്തിലെ മാവോയിസ്റ്റുകൾ തെലങ്കാന സംസ്ഥാന കമ്മിറ്റിയോട് കൊറിയർ വഴി ആവശ്യ സാധനങ്ങൾ അയച്ചു നൽകണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നതായും സോനു അന്വേഷകരോട് പറഞ്ഞു. രഹസ്യങ്ങൾ നിലനിർത്താൻ മാവോയിസ്റ്റുകൾ പ്രോട്ടോൺ മെയിൽ പോലുള്ള എൻക്രിപ്റ്റ് ചെയ്ത ഇമെയിൽ സേവനങ്ങളെ കൂടുതലായി ആശ്രയിക്കാൻ തുടങ്ങി. കേന്ദ്ര കമ്മിറ്റി അംഗം അശനയെ ചോദ്യം ചെയ്തതിൽ നിന്നും സൗത്ത് ബസ്തറിൽ മാവോയിസ്റ്റുകൾ ഡ്രോണുകൾക്കായി പരീക്ഷണ പറക്കൽ നടത്തിയെന്നും മനസ്സിലാക്കാൻ സാധിച്ചു. കൂടാതെ സംഘടനയുടെ അന്താരാഷ്ട്ര സാന്നിധ്യത്തിന്റെ വിവരങ്ങളും വെളിപ്പെട്ടു. പാർട്ടിക്ക് ചൈനയുമായി യാതൊരു പ്രവർത്തന ബന്ധവുമില്ല എന്നും നേപ്പാളിൽ സജീവ സാന്നിധ്യമില്ലെന്നും ജമ്മു കാശ്മീർ നാഷണൽ സ്റ്റുഡന്റ് ഫെഡറേഷനുമായി യാതൊരു ബന്ധവുമില്ലെന്നും സോനു അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. CPIക്ക് ഫിലിപ്സ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഐക്യദാർഢ്യ ബന്ധം മാത്രമേ ഉള്ളൂവെന്നാണ് സോനു പറഞ്ഞതായി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.